നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടും അതുപോലെ തന്നെ മോസ്റ്റ്ലി നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിനൻ കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോയത്. ഇതിലിങ്ങനെ കൊണ്ടുവരാനൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് ആണ്. നമുക്കിപ്പോൾ സ്കൂൾസിലൊക്കെ യൂസ് ചെയ്യാനും അത് പ്രൊഫഷണൽ ആയിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും ഒരു ഡെയിലി വെയർ സ്റ്റൈൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള സെറ്റാണ്. ടോപ്പിന്റെ ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ എംബ്രോയിഡറി, ഫ്രഞ്ച് നോട്ട്സും ആ ഒരു പ്രിന്റഡ് പാറ്റേണും ആണ് പോയിരിക്കുന്നത്. നല്ലൊരു ലിനൻ കളക്ഷൻ ആണ് കേട്ടോ. ഈ ദിവസങ്ങളിൽ അധികം നമ്മൾ ലിനൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വരും, അതായത് താഴെ ഭാഗം ഒരു മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് പിന്നെ ലാസ്റ്റ് ഡയമണ്ട് ബോർഡർ വരുമ്പോൾ കുറച്ചുകൂടെ ബേസ് ആയിട്ടുള്ള ഡാർക്ക് കോമ്പിനേഷൻ വരുന്നു. നല്ലൊരു ഫ്ലോറൽ പ്രിന്റഡ് ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നല്ല പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഒരു ലിനൻ ആണ് യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ലൈറ്റ് കോമ്പിനേഷൻസ്, നല്ല പ്രിന്റ് ഉണ്ട്. യോക്ക് പോർഷനിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്കും കൂടെ പോയിട്ടുണ്ട്. എന്നാൽ ഡെയിലി വെയർ പർപ്പസിനും നല്ലതാണ്. അത് നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫോർട്ടാണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്, നല്ല പ്രിന്റഡ് ആയിട്ട് വരുന്നു, ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ അപ്പോൾ ഇതിലെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ്റെ ആപ്പിൾ ഗ്രീൻ ടു പീസ്റ്റൽ ഗ്രീൻ, പിന്നെ വീണ്ടും ആപ്പിൾ ഗ്രീൻ കോമ്പിനേഷൻ, അതായത് പിസ്ത ആപ്പിൾ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വിത്ത് പീസ്റ്റലാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വീഡിയോയിൽ കുറച്ചും കൂടെ പീസ്റ്റലായിട്ടായിരിക്കും ഈ മുകളിലത്തെ കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണുക. അത്രയും പേസ്റ്റൽ അല്ല, നല്ല കളറായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സുകളാണ് ഡാർക്ക് ആയിട്ട് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് സെൻറ്റർ പോർഷൻസിലോട്ടും താഴ്ഭാഗത്തും വരുമ്പം കുറച്ചും കൂടെ ലൈറ്റ് ആക്കുന്നു. വേണോ, നല്ല ക്യൂട്ടായിട്ടുള്ള ലൈന, നല്ല ഒതുങ്ങിക്കിടക്കും, നല്ല സോഫ്റ്റ് ആണ്. 1195 ഇതിന് പ്രൈസും വരുന്നുള്ളൂ. സോ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ട്, ഈ ഒരു പീച്ചിൻ്റെ കോമ്പിനേഷനാണ്. പീച്ച് റെഡ് ടു ലൈറ്റ് പൗഡർ പീച്ച് ആയിട്ടുള്ള കോമ്പിനേഷൻ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റഡ് ആൻഡ് ഫ്ലോറൽ വർക്ക്സ്, അതായത് ഡാമിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ജോമെട്രിക്കൽ സ്റ്റൈൽ ചെറിയ സ്ക്വയർസ് പോലത്തെ ഒരു പ്രിന്റഡ് പാറ്റേൺ ഉണ്ട്. അത് ഒത്തിരി വിസിബിൾ അല്ല, കുറച്ചൊരു ഇൻവിസിബിൾ ആയിട്ട്. പിന്നെ അതിന് മുകൾ ഭാഗത്ത് വരുമ്പോൾ നല്ലൊരു ഹൈലൈറ്റഡ് ഫ്ലോറൽ വർക്കാണ് പോയേക്കുക. പിന്നെ ഒരു ഡ്യുവൽ കോമ്പിനേഷൻ. പിന്നെ ഏറ്റവും മുകൾ ഭാഗത്ത് വരുമ്പോൾ ഉണ്ടോ ആ ഒരു ഡബിൾ ഷെയ്ഡ് സ്റ്റൈൽ റിറ്റെയിൻ ചെയ്തേക്കുന്നു. പിന്നെ അതിന് ആ എംബ്രോയിഡറി വർക്ക്സ്, ഫ്ലവർ എംബ്രോയിഡറി, അതിൻ്റെ അകത്തോടെ ഫുള്ളും ഫ്രഞ്ച് നോട്ട്സ് കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്ക്സും കൂടെ പോയിട്ടുണ്ട്. ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആണ്. അതായത് ലിനനിൽ തന്നെ പല വേരിയൻസ് ഉണ്ട്, അതിൽ നല്ലൊരു വേരിയൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും, നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇത് ബ്ലൂ അല്ല, ഗ്രീൻ ആണ്. ഈ കളർ ഇപ്പം എടുത്താലും ഗ്രീൻ കാണിക്കുന്ന ബ്ലൂ കാണിക്കുന്ന ഗ്രീനുമായിട്ടാണ് വരിക. അത് സീ ഗ്രീൻ ആണ് ബേസ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഈ സീ ഗ്രീൻ ആണെങ്കിലും ചെറിയൊരു ബ്ലൂവിൻ്റെ ബ്ലെൻഡ് ഇതിലുണ്ട്, എന്നാലും ഗ്രീൻ ഹൈലൈറ്റഡ് ആണ്. ഇതുണ്ടോ, താഴ്ഭാഗത്തുള്ള അതേ ഫ്ലോറൽ വർക്ക്സ് തന്നെ ബാക്ക് പാനലിലും ചെയ്തിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു ലിനൻ കളക്ഷൻ, ഡെയിലി വെയർ പാറ്റേൺ യൂസ് ചെയ്യാം. യോക്കിൽ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട്, ചെറിയ സീക്വൻസിങ്, എന്നാലും കൊണ്ടുവരല്. ഇത് ഈ ടൈപ്പ് സെറ്റ്സ് നമുക്ക് ഈ കുഞ്ഞു പിള്ളേരുടെ അമ്മമാർക്കാണെങ്കിലും അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെയാണ്, ഒത്തിരി പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടമാവും. അതിങ്ങനെ കൊണ്ടുകയറാനൊന്നുമില്ല. ആൻഡ് ഫാബ്രിക്കും നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ് ആണ്. കൂടുതലും അങ്ങനെ ഇഷ്ടമുള്ള ഫാബ്രിക്സ് ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതിൻ്റെ ഫ്ലോറൽ വർക്ക്സ് ആണെങ്കിലും ഭയങ്കര ഹൈലൈറ്റഡ് അല്ല, നല്ല ലൈറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. 1195 ആണ് പ്രൈസ്. താങ്ക് യു.